യുഎയിലും കേരളത്തിലും വിസ ബിസിനസ് തട്ടിപ്പുമായി പൊന്നാനി നൂർ. ലക്ഷങ്ങൾ തട്ടിമുങ്ങിയ നൂറുദ്ദീനെതിരെ പരാതികൾ പെരുകുന്നു. ഗൾഫിൽ ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്തും വിസ നൽകാമെന്ന് പറഞ്ഞും നിരവധി പേരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത പൊന്നാനി നൂർ എന്ന നൂറുദ്ദീൻ എംപിക്കെതിരെ കേരളത്തിലും യുഎയിലും പരാതി പ്രവാഹം. പ്രവാസിയായിരുന്ന കാലത്ത് റാസൽ ഖൈമയിൽ തുടങ്ങിയ തട്ടിപ്പുകൾ ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. നൂറുദ്ദീന്റെ ചതിക്കുഴിയിൽ വീണ നിരവധി പേർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതോടെയാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. റാസൽ ഖൈമയിൽ പ്രവാസിയായിരുന്ന കാലത്ത് അവിടുത്തെ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നൂറുദ്ദീൻ ആദ്യം കബളിപ്പിച്ചത്. മുഹമ്മദ് അർഷദ് എന്ന സ്വദേശി സ്പോൺസറുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാധ്യതകൾ ഉണ്ടാക്കി വെച്ച ശേഷം ഇയാൾ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ റാസൽ ഖൈമയിൽ ഇപ്പോഴും നിയമ നടപടികൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. നിലവിൽ ഇയാളെ യുഎഇ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെത്തിയ നൂറുദ്ദീൻ എംപി ഓട്ടോമോട്ടോ എന്ന പേരിൽ 2 വീലർ 3 വീലർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ബിസിനസ് ആരംഭിച്ചു. ഈ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും ഗൾഫിൽ പുതിയ ശാഖകൾ തുടങ്ങുമ്പോൾ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് പ്രവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഇയാൾ പണം സ്വരൂപിച്ചതായി പരാതിയുണ്ട്. നിക്ഷേപം നൽകിയവർ പണം തിരികെ ചോദിക്കുമ്പോൾ വധഭീഷണി മുഴക്കുന്നതാണ് ഇയാളുടെ പതിവ് ശൈലിയെന്ന് ഇരകൾ പറയുന്നു. തിരുവനന്തപുരം മണക്കാട് സ്വദേശി അനിൽകുമാറാണ് നൂറുദ്ദീന്റെ വിസ തട്ടിപ്പിനിരയായവരിൽ ഒരാൾ. സ്പെയർ പാർട്സ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ഗൾഫിലേക്ക് വിസ ശരിയാക്കി നൽകാം എന്ന് വിശ്വസിപ്പിച്ച് 90,000 രൂപ ആവശ്യപ്പെട്ട നൂറുദ്ദീൻ അനിൽകുമാറിൽ നിന്ന് 70,000 രൂപ വാങ്ങിയെടുത്തു. ഗുരുവായൂർ മാമാ ബസാറിന് സമീപത്തെ നൂറുദ്ദീന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അനിൽകുമാറിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയെടുത്തത്. 62,000 രൂപ മാത്രം പണമായി കയ്യിലുണ്ടായിരുന്ന അനിൽകുമാറിൽ നിന്ന് 70,000 രൂപ വേണമെന്ന് നൂറുദ്ദീൻ വാശി പിടിച്ചിരുന്നു. പിന്നീട് അനിൽകുമാർ തന്റെ സുഹൃത്തിന്റെ ATMൽ നിന്ന് പണം പിൻവലിപ്പിച്ചാണ് നൂറുദ്ദീന് 70,000 രൂപ തികച്ചു കൊടുത്തത്. എന്നാൽ പിന്നീട് വിസയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നൂറുദ്ദീൻ ഓരോ അവധി പറയുകയായിരുന്നു. മദ്യപിച്ച് അനിൽകുമാറിനെ തെറി വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായി നൂറുദ്ദീന്റെ പതിവ്. വിസ ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ പൊന്നാനി ഭാഗത്തേക്ക് വന്നാൽ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി അനിൽകുമാർ പറയുന്നു. ഇതേ തുടർന്ന് അനിൽകുമാറും മറ്റിരകളും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും NRI സെല്ലിനും പോലീസ് മേധാവിക്കും പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. നിലവിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ രവീന്ദ്രൻ എന്നയാൾ നൽകിയ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ അന്വേഷണം നടന്നു വരികയാണ്. നൂറുദ്ദീന്റെ പക്കൽ പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ സംഘടിക്കുന്നതോടെ കേസ് ക്രൈംബ്രാഞ്ച് തലത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. പ്രവാസി സംഘടനകൾ വഴി ശക്തമായ നിയമ പോരാട്ടത്തിനാണ് ഇരകൾ ഒരുങ്ങുന്നത്.